ആരാ ഞാൻ പടം വരയ്ക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യണേ? ആരാന്ന് കണ്ടുപിടിച്ച മോള്? ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ മിണ്ടാൻ പോകുന്നില്ല. ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്നാ ആരാന്ന് പറയേ? ഓറഞ്ചിന് മധുരം, ആപ്പിളിന് മധുരം, മാതുളത്തിന് മധുരം, മാമ്പഴത്തിന് മധുരം, സീതപ്പഴത്തിനോ? ആ, ഇത് സീതമ്മയാ. ഞാൻ കണ്ടുപിടിച്ചു, കണ്ടോ? നീ ആള് കൊള്ളാലോ. സീതമ്മേ, ആളാകെ മാറിപ്പോയല്ലോ. ആളൊക്കെ മാറി, എന്നാ മോളെ ഞാൻ മറന്നിട്ടില്ല. ഞാനും സീതമ്മയെ മറന്നിട്ടില്ല. എന്തായാലും എന്നെ കാണാൻ നല്ല സമയത്ത് തന്നെ വന്നല്ലോ. അതെന്താ മോളെ അങ്ങനെ നല്ല സമയം എന്ന് പറഞ്ഞ? അമ്മയുടെ പടം ഞാനിപ്പോ വരച്ചു കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ തന്നെ സീതമ്മയും വന്നില്ലേ, അതാ പറഞ്ഞേ. ദേ ഇങ്ങോട്ട് നോക്കിയേ. സൂപ്പറായിട്ട് വരച്ചല്ലോ. അതിനിങ്ങനെ എന്നോട് ചുമ്മാ പറഞ്ഞോണ്ട് മാത്രം കാര്യായില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞോ? സീതമ്മേ, കഴിഞ്ഞ തവണ സീതമ്മ ഇവിടെ വന്നു പോയപ്പോ എന്നോട് പറയാതല്ലേ പോയത്? എന്നിട്ട് ഇപ്പൊ എത്ര നാള് കഴിഞ്ഞിട്ടാ വന്നേ? ഇനി സീതമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോവരുത്. അതെങ്ങനെ എങ്ങും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുക? അവൾക്ക് അവളുടേതായ ജോലി ഉണ്ടാവില്ലേ? എത്ര ദിവസം ലീവിലെ ഇപ്പൊ ചെയ്ത് വന്നിരിക്കുന്നേ? ഇനി എപ്പോ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം? അല്ല, നിന്റെ ജോലി വളരെ ഇമ്പോർട്ടന്റ് അല്ല, അതാ. നാളെ തന്നെ ഞാൻ തിരിച്ചു പോകും ഗംഗെ. സീതമ്മേ, സീതമ്മ എന്നെ വിട്ട് പോവരുത്. സീതമ്മ ഇനി ഒരു ജോലിക്കും പോവണ്ട. ദേവസേനെ, നീ ഒന്നും അറിയാതെ സംസാരിക്കരുത്. എന്നോട് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജ്യൂസ് എടുത്തോണ്ട് പോവാ. ചെല്ല്. ദേവസേനെ, ഗംഗ ചേച്ചിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഗംഗ ചേച്ചി ഇപ്പോ നമ്മളെ അകറ്റാൻ നോക്കിയത് ശരിയാണോ? ഗംഗ ചേച്ചി, ഇനി എന്ത് പറഞ്ഞാലും സീതമ്മ എന്നെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. എന്നെ സീതമ്മയും പിരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. എന്നെ വിട്ട് പോവല്ലേ സീതമ്മ. ആരായിരിക്കും അവള്? എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? പോയ കാര്യം എന്തായി? ആ സീതയാരൻ നിങ്ങൾ കണ്ടുപിടിച്ചോ? ഞാൻ കണ്ടുപിടിച്ചു. അരുൺ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവള് ആരാ? സീത കൊയിലാണ്ടിയിലുള്ളതാ. അവള് വളർന്നത് ഒരു അനാഥാലയത്തില. അവിടെ വെച്ച് അവക്കൊരു പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. രക്ഷപ്പെട്ടു വന്ന അവള് ഒരു അമ്പലത്തിൽ വെച്ച അരുണിനെ കാണുന്നത്. ജാനകിയുമായി രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് അരുൺ അവളോടൊരു സോഫ്റ്റ് കോർണർ തോന്നി. ആ സമയത്ത് സീതയെ അന്വേഷിച്ച് അനാഥാലയത്തിലെ ആളുകൾ അവിടെ എത്തി. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അരുൺ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്രേ. അരുൺ താലി കെട്ടിയെന്നോ? നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവിടെ ഇരിക്കുക. അപ്പോഴത്തെ അവസ്ഥയിൽ അരുൺ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. എന്നാൽ ഗംഗ ഈ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ സീതയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് എപ്പോഴോ ഈ സംഭവങ്ങളൊക്കെ ഗംഗ അറിഞ്ഞപ്പോ അവള് വഴക്കെട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ മനസ്താപം ഉണ്ടായി ഗംഗ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി സീത ഇവിടുന്ന് പോയി. അന്ന് പോയ അവള് ഇപ്പോഴാ തിരിച്ചു വന്നിരിക്കുന്നത്. വീട് വിട്ടന്ന് പോയവള് രാജശേഖരൻ മരിച്ച കാരണം പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നെങ്കില് എന്തോ ഒരു ദുരുദ്ദേശമായിരിക്കും അതിന്റെ പിന്നില്. ഞാൻ ഇവിടെ നിധി കാക്കും പോകത്തെ പോലെ ഉള്ളപ്പോ എന്നെ മറികടന്ന് അവളെ എന്ത് ചെയ്യാൻ പോവാ? അല്ലെങ്കിൽ തന്നെ ഈ കൊട്ടാരത്തിലെ ഒരാൾക്കും നമ്മളെ കണ്ണെടുത്ത കണ്ടൂടാ. അങ്ങനെയുള്ളപ്പോ ഇപ്പൊ ഈ വലിഞ്ഞു കയറി വന്നിരിക്കുന്നവളോട് വെറുതെ മത്സരിക്കാൻ പോയാ അത് നമുക്ക് കുഴപ്പമാവുള്ളൂ. എത്ര വേഗത്തിൽ പറ്റോ
അത്രയും വേഗത്തില് ഈ കൊട്ടാരത്തിലെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി രക്ഷപ്പെടാം നമുക്ക്. ആ നീ പറയുന്നതിലും കാര്യമുണ്ട്. നിധി ഇരിക്കുന്നത് രഹസ്യറയിലെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇന്ന് തന്നെ അറ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പണി ഞാൻ ആരംഭിക്കാൻ പോവാ. പോ, എത്രയും പെട്ടെന്ന് പോയി അത് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ. ആ അതൊക്കെ ഞാൻ കണ്ടുപിടിക്കൂടി. ഇങ്ങേരുടെ പോക്ക് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന തോന്നുന്നേ. ഏട്ടന്റെ മരണം അറിഞ്ഞിട്ട സീത വന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടി അവള് വന്നിരിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായിരിക്കും അത്? എനിക്കോ സംശയമില്ലാതില്ല. കാരണം ശരിക്കും അവൾ അരുണിനെ ആശ്വസിപ്പിക്കാനാ വന്നതെങ്കിൽ ഏട്ടൻ മരിച്ച സമയത്തായിരുന്നില്ലേ വരേണ്ടിയിരുന്നത്? ഇതിപ്പോ ഇത്രയും ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് അവളിങ്ങനെ കേറി വരാൻ കാരണം എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കഴുത്തില് താലിയോടുകൂടിയാ വന്നിരുന്നെങ്കില് ഗംഗയോട് പോരെടുക്കാൻ വേണ്ടിയിട്ടാ വന്നെന്ന് കരുതാം. മുമ്പൊരിക്കൽ വന്നതുപോലെ സാരിയൊക്കെ കൊടുത്ത് പതിവ്രത വേഷത്തിലാ വന്നിരുന്നെങ്കില് ഈ വീട്ടില് ജാനകിയുടെ സ്ഥാനം കൈക്കലാക്കാൻ വന്നതെന്ന് കരുതാം. എന്നാ ആകെ മൊത്തം മാറി മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? എന്താണെന്ന് ആലോചിച്ച് നോക്കി. വരുന്നവരും പോകുന്നവരും ആശിക്കാൻ മാത്രമുള്ള സ്വത്തല്ലേ ഏട്ടനിവിടെ സമ്പാദിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. കുറച്ചു ദിവസം ഇവിടെ കഴിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള സീത ഇവിടത്തെ സ്വത്ത് വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും അവള് ഇവിടത്തെ സ്വത്ത് ലക്ഷ്യമാക്കിയിട്ടാ വന്നിരിക്കുന്നത്. അല്ല ലീലേ, സ്വത്ത് ലക്ഷ്യാക്കിയ വന്നെങ്കില് അരുൺ കെട്ടിയ താലി കഴുത്തിലിട്ടോണ്ടല്ലേ വരൂ. പക്ഷെ ഇവള് അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് താലി ഊരി വെച്ചിട്ടല്ലേ വന്നിരിക്കുന്നേ. അവൾ ആ താലിമാല കളഞ്ഞാലെന്താ കളഞ്ഞില്ലെങ്കിലെന്താ? അവൾക്കിവിടെ കേറിപ്പറ്റാൻ ജാനകിയുടെ രൂപമുണ്ടല്ലോ. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ ദേവസേനയ്ക്ക് സീതയില്ലാതെ ഉറക്കം വരില്ലല്ലോ. ഇതൊക്കെ കയ്യിലുള്ളപ്പോ അവളൊന്ന് മനസ്സ് വെച്ചാ എപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അയ്യോ, അപ്പോ ആ സീതയെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാൻ നമ്മളായിട്ട് എന്തെങ്കിലും പ്ലാൻ കണ്ടുപിടിച്ചേ പറ്റൂ. സീതയെ നമ്മളിവിടുന്ന് ഓടിക്കേണ്ട കാര്യമില്ല. ഗംഗ തന്നെ അത് ചെയ്തോളും. ഗംഗയുടെ ഫ്രണ്ട് എന്നും പറഞ്ഞല്ലേ അവൾ ഇങ്ങോട്ട് കേറി വന്നത്. അങ്ങനെയുള്ളപ്പോ അവളായിട്ട് എങ്ങനെ പറഞ്ഞു വിടാനാ? അന്ന് ഗംഗയുടെ കൂടെ തന്നെ കഴിഞ്ഞ് അവസാനം വരെ അരുൺ താലി കെട്ടിയ വിവരം രഹസ്യമാക്കി വെച്ച് ദ്രോഹിച്ചതല്ലേ അവള്. ഇന്നിപ്പോ വന്ന് പെട്ടെന്ന് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഗംഗയ്ക്ക് ഒറ്റയടിക്ക് അതങ്ങ് സ്വീകാര്യാവോ? അവൾക്കത് ഒരിക്കലും ഇഷ്ടമായി കാണില്ല. സീത ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള വഴിയെ ഗംഗ നോക്കൂ. ഇപ്പൊ നിനക്ക് മറ്റെന്തെങ്കിലും തിരക്കുകളുണ്ടോ? ഇല്ല. എങ്കിൽ നീ എന്റെ കൂടെ ഒന്ന് വാ. എവിടെ? ജാനകി ഹോമിലേക്ക്. ഞാൻ അവിടുത്തെ മുത്തശ്ശിയും കുട്ടികളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി ഗംഗെ. നമുക്കിപ്പോ അവിടെ വരെ ഒന്ന് പോയാലോ? ഗംഗ എന്റെ കൂടെ വാ. ഇല്ല, നീ പോയിട്ട് വാ. അത് കൊള്ളാം. ആ ട്രസ്റ്റ് ജാനകി ചേച്ചിയുടെ പേരിലല്ലേ നടത്തിക്കൊണ്ടു പോകുന്നത്. എന്റെ ഫ്രണ്ട് ആയിട്ട് വന്നില്ലെങ്കിലും ജാനകി ഹോം കറസ്പോണ്ടന്റിന്റെ മിസ്സസ് ആയിട്ട് വന്നൂടെ? അത് സാരില്ല, നീ പോയിട്ട് വാ. എന്റെ കൂടെ വരാൻ ഇഷ്ടമല്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ പിന്നെ വാന്നേ. ഗംഗയെ കാണുമ്പോ കുട്ടികൾക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷാവോന്ന് അറിയുന്നത് കൊണ്ടാ വിളിക്കുന്നേ. വാ ഗംഗേ. ഗംഗേ ഒന്ന് വരുന്നുണ്ടോ? ശരി. നമ്മളിടുന്ന പ്ലാനുകളെ പൊളിഞ്ഞു പോകാറുള്ളൂ. എന്നാ ഗംഗ ഒരു തീരുമാനം എടുത്താൽ എങ്ങനെയും അവളത് സാധിച്ചിരിക്കും. ഇപ്പൊ തന്നെ ഗംഗ സീതയെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള വഴി ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ടാകും. നമുക്ക് വേഗം പോയിട്ട് വന്നേക്കാം. ലീലേ, നീ പറഞ്ഞ പോലെ തന്നെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. എന്താ ദേവി പറയുന്നേ? ഇങ്ങോട്ടൊന്ന് നോക്കലേ, ഗംഗയും സീതയും കൂടെ വരുന്നുണ്ട്. അവിടെ വിളിച്ച് അറിയിച്ചിരുന്നോ? ആ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുറത്തു പോവാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. ആ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പോയിട്ട് വാ. വാ. സീത ഈ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്താ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കരുതി
ഗംഗ അവളെ സൂത്രത്തിൽ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു. അവൾ എന്തായാലും സീതയെ അടിച്ചോടിച്ചിട്ടേ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗംഗ ഇവളെ അങ്ങനെ വെറുതെ വിടില്ലെന്ന്. നീ പറഞ്ഞത് ശരിയല്ലേ? എന്തായാലും ശരി, ഇനി നമ്മുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളും ഗംഗ തന്നെ തീർത്തോളും. കണ്ണാ ചേച്ചി വണ്ടി എടുക്ക. സീതയെ വിളിച്ചോണ്ട് ഗംഗ ഇത് എവിടെ പോവാ? വന്ന ദിവസം തന്നെ സീതയുടെ കാര്യത്തില് ഗംഗ ഒരു തീരുമാനം ഉണ്ടാക്കി. നമുക്കാണെങ്കിൽ ആ ബർമ്മക്കാരന്റെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ബർമ്മക്കാരനൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് എപ്പോഴും അവനെ പറ്റിയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. അവൻ നമ്മൾ എന്ത് പദ്ധതി ഇട്ടാലും നമുക്കിട്ട് തന്നെ തിരിച്ചു പണിഞ്ഞ് രക്ഷപ്പെടുകയല്ലേടാ. എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ വീക്കായിട്ട് പ്ലാൻ ചെയ്താ അയാൾ നമുക്കിട്ട് പണിതില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഓ, എന്ന് നീ തന്നെ അവനെ ഒതുക്കാൻ പറ്റിയ ഒരു ഐഡിയ പറയും. ഇപ്പോഴല്ലേ നിങ്ങൾ എന്നോട് സഹായം ചോദിച്ചു വന്നത്. ഒരു 2 ദിവസം സമയം താ. നമ്മുടെ ആ ബർമ്മക്കാരനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുകച്ച് പുറത്തിയടിക്കുന്ന കാണിച്ചു തരാം. നീ അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിച്ചു തന്നാ ഞാൻ നിനക്ക് ആളുയരത്തിൽ മാലയൊക്കെ ഇട്ട് ആരതിയൊക്കെ എടുത്ത് നിന്നെ ഒഴിയാന്നേ. എങ്കിൽ ആന്റി ആരതി തയ്യാറാക്കി വെക്ക്. അതിന്റെ ആവശ്യം എത്രയും പെട്ടെന്ന് വരും. മുരളി കാണുന്ന പോലെയൊന്നും അല്ല. ഇനി ബർമ്മക്കാരുടെ കാര്യം അവൻ നോക്കിയോളും. നീ വാ, നമുക്കിപ്പോ എന്തായാലും പോയി ഒരു കോഫി കുടിക്കാൻ ദേവി. ആ പറഞ്ഞ ശരിയാ. രാവിലെ തന്നെ പറഞ്ഞു എന്റെ തല വേദനിച്ചിട്ട് വയ്യ. വാ, സ്ട്രോങ് ആയിട്ട് ഒരു കോഫി കുടിച്ചാൽ എല്ലാം ശരിയാവും. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? ഇപ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നിയല്ലോ. ദിവസം ഞാൻ ഫോണിൽ സംസാരിക്കാറുള്ളതല്ലേ? സംസാരിക്കാറുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്ന പോലെ ആവില്ലല്ലോ. ഇപ്പൊ സീത ചേച്ചി കാണാൻ മുമ്പത്തെക്കാളും സുന്ദരിയായിട്ടുണ്ട്. ഏ ശാലു, നീ ഇങ്ങനൊക്കെ പറഞ്ഞ സീത ചേച്ചിക്ക് കണ്ണ് തട്ടും കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ടാ ഗിഫ്റ്റ് ഒക്കെ എവിടെ? പാർവതി, ഇത് പിടിക്ക്. ഈ ബാഗില് ഇവർക്ക് എല്ലാവർക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്. കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്ക്. ഞാൻ കൊടുത്തോ. കുട്ടികൾ ബഹളം വെക്കുന്ന കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ആയിരിക്കും വന്നിട്ടുണ്ടാവുകയെന്ന്. ഗംഗമോളെ, സുഖല്ലേ? നിങ്ങൾക്കിടയിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങള് ഇനി ഒരു പക്ഷേ വീണ്ടും ഒരിക്കലും കാണാനാവാത്ത വിധം വേർപെടുത്തുമെന്നാ കരുതിയത്. നിങ്ങൾക്കിടയിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങള് ഇനി ഒരു പക്ഷേ വീണ്ടും ഒരിക്കലും കാണാനാവാത്ത വിധം വേർപെടുത്തുമെന്നാ കരുതിയത്. എല്ലാം ഈശ്വരന്റെ കൃപാകടാക്ഷം കൊണ്ടാണെന്ന് തന്നെ പറയാം. വീണ്ടും നിങ്ങളെ പഴയ പോലെ കാണാൻ കഴിഞ്ഞല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ. പഴയതൊന്നും ഓർമ്മിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നാൽ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. സീത അവളുടെ കഴുത്തിലേറിയ താലിക്ക് മര്യാദ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവൾക്ക് അവകാശപ്പെടാത്ത ജീവിതം ജീവിക്കണമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ ലോകത്തിൽ നമ്മൾ എന്തിനാണ് ജനിച്ചതെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാൻ അറിയില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരോട് ആ ചോദ്യം ചോദിച്ചാ ഞാൻ സീതയ്ക്ക് വേണ്ടി ജനിച്ചതാണെന്ന് ഗംഗമോള് പറയണം. അതുപോലെ നീ ഇവൾക്ക് വേണ്ടി ജനിച്ചതാണെന്നും പറയണം. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പിരിയാത്ത സുഹൃത്തുക്കളായി എപ്പോഴും കഴിയണമെന്ന എന്റെ ആഗ്രഹം.
ഇന്ന് ഞാൻ ഒന്നും ചേർക്കുന്ന ഈ കൈകൾ ഒരിക്കലും വേർപെടാതെ കാണണമെന്ന് ഈ മുത്തശ്ശിക്ക് പറയാനുള്ളൂ. കാലം തന്നെ ഞങ്ങളെ ഒന്നിപ്പിച്ചിരിക്കല്ലേ ഇപ്പോ. ഇനി ഞങ്ങളെ ഒന്നിനും പിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. എനിക്കൊരുപാട് സന്തോഷമായി മക്കളെ. കുറെ നാൾ കൂടി കണ്ടതല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാം. നമ്മൾ തമ്മിൽ ഒരു അകൽച്ചയും ഇല്ലെന്ന മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ തമ്മിൽ ഇപ്പോഴും ഒരു പൊരുത്തക്കേടുണ്ടെന്നുള്ള കാര്യം പാവം മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. എന്താ ഉദ്ദേശിച്ചത്? ഞാൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നത് ഗംഗയ്ക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. എന്താ അങ്ങനെ തോന്നിയത്? ദേവസേന എന്നോട് കൊട്ടാരത്തിൽ തന്നെ നിൽക്കാൻ പറഞ്ഞപ്പോ ഗംഗയ്ക്ക് അത് ഇഷ്ടപ്പെടാത്ത പോലെ അവളോട് സംസാരിച്ചില്ലേ? അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയേ. അപ്പം മാത്രമല്ല, ഇപ്പോഴും നിന്നെ എങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ടെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ. എന്നാ അതിനുള്ള കാരണം നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല സീതേ, ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാ. മറ്റുള്ളവർക്ക് ഒരാളെ മനസ്സിലേക്ക് ഏറ്റാനും ഇറക്കാനും ഒരു നിമിഷ നേരം കൊണ്ട് സാധിച്ചേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളെ മനസ്സിലേറ്റിക്കഴിഞ്ഞാൽ എന്റെ ജീവൻ പോയാലും എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ സൗഹൃദം എന്നത് കല്ലിൽ കൊത്തിവെച്ച കവിത പോലെയാണ്. അതാര് വിചാരിച്ചാലും മായ്ക്കാനാകില്ല. എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമുള്ള ഗംഗ എന്തിനാ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത്? അത് സീതേ, അവിടെ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ നിനക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. ഗംഗ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ തുറന്നു പറഞ്ഞാലും നിന്റെ മനസ്സ് വിഷമിക്കുകയുള്ളൂ. അതുകൊണ്ട് വേണ്ട. ഇല്ല, എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയാവൂ. മടിക്കതെ പറയൂ. അത് ഞാനിപ്പോ എങ്ങനെയാ? ഈശ്വരനെ മനസ്സിൽ വിചാരിക്കുമ്പോ ഭക്തി വരും. അമ്മ കൂടെ ഉള്ളപ്പോ സ്നേഹം അറിയും. സുഹൃത്ത് കൂടെ ഉള്ളപ്പോ ധൈര്യം വരും. ഗംഗയുടെ ആത്മാർത്ഥ സുഹൃത്താ ഞാൻ. എന്ത് തന്നെയാണെങ്കിലും എന്നോട് ധൈര്യമായിട്ട് പറയാം. ഇങ്ങനെയൊക്കെ നടന്നത് കൊട്ടാരത്തിൽ ആരോടും എനിക്ക് പറയാനാകില്ല. അവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ സീതയ്ക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അരുണേട്ടനോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാ. നമ്മുടെ മാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് എല്ലാം ഇങ്ങനെ അടക്കി സഹിക്കുന്നത് കൊണ്ടാ സത്യനാരായണനെ പോലെയുള്ള വൃത്തികെട്ടവന്മാർ എന്ത് ചെയ്യാനും മടിക്കാത്തത്. ഇപ്പൊ ഞാനെല്ലാം അറിഞ്ഞല്ലോ. ഇനി ആ നശിച്ചവനെ കൊട്ടാരം വിട്ട് പറഞ്ഞയക്കാതെ ഈ ഞാൻ അവിടുന്ന് പോവില്ല. ഇനി ഈ പ്രശ്നം നമ്മൾ ഒരുമിച്ചായിരിക്കും നേരിടുക. നിന്റെ കൂടെ ഞാനുണ്ടാവും. ധൈര്യമായിട്ട് വാ ഗംഗേ, വാ. ചേട്ടാ, പൂട്ടിക്കിടക്കുന്ന രാജശേഖരന്റെ റൂമിന്റെ താക്കോല് കിട്ടിയ റൂം തുറന്ന് രഹസ്യാറാ എവിടെയാന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലേ? ആ പറഞ്ഞു. അരുണ്ട എന്ന താക്കോൽ എങ്ങനെ അടിച്ചു മാറ്റാന്നാ ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇനി അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. താക്കോല് ഞാൻ അടിച്ചു മാറ്റി. എന്താ പറഞ്ഞ? ഇതെങ്ങനെ എടുത്ത്? ഒരു പെണ്ണ് വിചാരിച്ചാ എടുക്കാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ? നിങ്ങളൊന്ന് വേഗം പോയി നോക്ക്. നടക്ക്, ഞാനും വരാം. നീ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേ. ഞാനൊന്ന് അകത്തോട്ട് നോക്കാം. ശരി.